ശ്രീ റെജി ലൂക്കോസ്, ജി സുധാകരൻ്റെ ഈ അടുത്ത കാലത്തെ വിമർശനങ്ങളൊക്കെ തന്നെ മൂർച്ചയേറിയതാണ്. അത് തുടക്കത്തിൽ അദ്ദേഹം അവഗണിക്കപ്പെട്ടതിലുള്ള പരിഭവത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെങ്കിലും ആലപ്പുഴയിലെ ഈ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ചേരിതിരിവും വിഭാഗീയതയും അതിലൊറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയും ഒക്കെ ജി സുധാകരനുണ്ട് എന്ന് പറഞ്ഞു മാറുമ്പോഴും സർക്കാരിനെതിരെ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ, നേതാക്കൾക്കെതിരെ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ നിലവിലിപ്പോൾ അമ്പലപ്പുഴ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിൽക്കുന്ന ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്നുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാനെതിരെയും AK ബാലനെതിരെയും സലാമിനെതിരെയും ഒക്കെ അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സംഘടനാ തത്വവും അതിലെ മര്യാദയും അതിൻ്റെ രീതികളും ഒന്നും എന്നെ പഠിപ്പിക്കാൻ ഈ നേതാക്കളായിട്ടില്ല എന്നാണ്. ജി സുധാകരൻ നടത്തുന്ന ഈ ആക്രമണങ്ങളെ പാർട്ടി എങ്ങനെയാണ് കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനോ ഇനി അങ്ങോട്ട് തിരുത്താനോ വകയുള്ള എന്തെങ്കിലും ജി സുധാകരൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ കാണുന്നു? ഗോപികൃഷ്ണൻ, ഏതാണ്ടൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ CPM പ്രവർത്തകർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പാർട്ടി ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്, വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിൽ മാത്രമേ അവതരിപ്പിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് കേരളത്തിലെ സഖാക്കളെ പഠിപ്പിച്ചിട്ടുള്ള ജി സുധാകരൻ എന്ന് പറയുന്ന ബഹുമാന്യനായ, കേരളം ആദരിക്കുന്ന ഒരു വ്യക്തിത്വം ഈ രീതിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതം കൊള്ളുന്നു. അതാണ് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി വളരെ ആദരവോടുകൂടി തന്നെ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി. അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ള ആർക്കും അറിയത്തില്ല. അദ്ദേഹത്തിന് അനാദരവ് കാണിച്ചിട്ടില്ല. പാർട്ടി ഒരിക്കലും അദ്ദേഹത്തിന് തടഞ്ഞിട്ടില്ല. 75 വയസ്സെന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തന ലിമിറ്റ് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതനുസരിച്ചാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും അങ്ങനെ പ്രവർത്തിക്കുക. പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത്? പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു സംസാരം അതല്ല. അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം 2 തവണ മന്ത്രിയും പലതവണ MLA യും പാർട്ടിയുടെ മുഖ്യം, അതായത് സ്റ്റേറ്റ് കമ്മിറ്റി അദ്ദേഹത്തിന് വേണ്ടെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട പ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി പോലെ ഇരിക്കേണ്ട ആളാണ്. ആ വ്യക്തിത്വം ഇന്ന് പറഞ്ഞത് ഭൂരിപക്ഷം 3-ാം തവണ കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് മാധ്യമപ്രവർത്തന ചോദ്യത്തിന് മറുപടിയായിട്ടാണ്, ആലപ്പുഴ ജില്ലയിൽ ഭൂരിപക്ഷം കിട്ടണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചേ. ആ ചോദ്യത്തിന് മറുപടി അദ്ദേഹം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ പാർട്ടിയാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ സംസാരിക്കാനും ഈ പദവികളെല്ലാം നൽകി മാന്യമായ രീതിയിലുള്ള അദ്ദേഹത്തിനോടുള്ള പെരുമാറ്റങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല മന്ത്രി എന്നുള്ള പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തത് ഈ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി മാർക്സിസ്റ്റാണ്. അങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ല എന്നത് തെറ്റ് തന്നെയാണ്. കാരണം ഞാനത് പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളൊരു വേദിയിൽ, 2 വേദികളിൽ ആലപ്പുഴ പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം പാർട്ടിയുടെ എന്താ പറയുക അച്ചടക്കവും പാർട്ടിയിൽ ഒരു സഖാവ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും അതിന് അദ്ദേഹം പുന്നപ്പുരമായ സമരം വരെ കോട്ട് ചെയ്ത് പ്രസംഗിച്ച വേദി അവിടെ ഇരുന്ന് കേട്ടൊരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ അതിനകത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എന്താണ്, അദ്ദേഹത്തിന് എന്തും പറയാം. തന്നെയുമല്ല, അദ്ദേഹം ഒരു CPM കാരനായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഈ രീതിയിലുള്ള എന്തെങ്കിലും പരാതി, ഇനി സപ്പോസ് വാദത്തിനുണ്ട് അദ്ദേഹത്തിന് ആരുടെയെങ്കിലും ഭാഗത്ത് പാർട്ടിയോട് ചേർന്ന് പോകാൻ സജി ചെറിയാൻ പറഞ്ഞപ്പോൾ, ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിയോട് ചേർന്ന് പോകാനുള്ള ഉപദേശം സജി ചെറിയാൻ നൽകിയപ്പോൾ ജി സുധാകരൻ ചോദിച്ചത് എന്നെ ആക്രമിച്ചവരോട് പാർട്ടിയോട് ചേർന്ന് പോകാൻ പറയുകയാണോ വേണ്ടത് എന്നാണ്. തെറ്റായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞത്. അതാണ് ഞാൻ ഇത്രയും ദീർഘമായിട്ട് ഒരു ഇൻട്രൊഡക്ഷനിൽ സംസാരിക്കാൻ കാരണം സജി ചെറിയാൻ പറയുന്നതല്ലേ എല്ലാ പാർട്ടി പ്രവർത്തകരും പറയുന്നത്. അങ്ങ് ജനറൽ സെക്രട്ടറി ഒരു താഴെയുള്ള സഖാവ് എന്താ പറയുക, പാർട്ടിയോട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും ആ പാർട്ടിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയോട് പറഞ്ഞു പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാന്നല്ലാണ്ട് ഒരു രാഷ്ട്രീയ ഗുണ്ടാ സംഘം ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സജി ചെറിയാൻ വന്നു നോക്കണം. ഇങ്ങനെ ജി സുധാകരനെ പോലെ, തന്നെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ഇങ്ങനെ പരസ്യമായി പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് പറയുക, AK ബാലൻ ഞാൻ മാറി പക്ഷേ സുധാകരൻ മാറിയിട്ടില്ല എന്ന് പറയുക, സലാം അദ്ദേഹത്തെ വിമർശിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ചോദിക്കണം, ഞാൻ മറുപടി പറയാം എന്ന നിലപാടായിരിക്കും ജി സുധാകരൻ ഉള്ളത്. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നത് 3-ാം പിണറായി സർക്കാരിൻ്റെ ഭരണം വരാനാണെങ്കിൽ നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ വന്നിട്ട് ഇതാണോ നിങ്ങൾ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കാനും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്താനും പോകുന്നത്? AK ബാലൻ അദ്ദേഹം ഒരു വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ ചോദിക്കുകയാണ്, താങ്കൾ ഇവിടെ വന്ന് ഈ പാർട്ടിയെ, ഇവിടുത്തെ സീറ്റുകൾ, ഈ 9 സീറ്റ് നേടിക്കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് ജി സുധാകരൻ. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കുക, അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെയോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയോ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയോ അദ്ദേഹത്തോട് പാർട്ടി ആ നിലയ്ക്ക്
ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുകയോ ഒന്നും ചെയ്യാതെ സജി ചെറിയാനും AK ബാലനും ഒക്കെ ഓരോ ഭാഗത്തു നിന്ന് ഓരോ പ്രതികരണങ്ങൾ നടത്തുന്നത് കൂടിയല്ലേ ജി സുധാകരനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക? മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ വളരെ അസ്വസ്ഥനായിരുന്ന ജി സുധാകരൻ സ്വാഭാവികമായി ചോദിക്കും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്ന കമന്റുകൾ വരികയും ഇതിനകത്ത് ആസൂത്രിതമായി എനിക്കെതിരെ നീക്കം നടക്കുകയും ചെയ്യുമ്പോൾ ഈ നേതാക്കൾ എവിടെ പോയി എന്നാണല്ലോ അദ്ദേഹം ചോദിച്ചത്. അല്ല, അദ്ദേഹത്തിനുള്ള മറുപടി വളരെ സിമ്പിൾ. അദ്ദേഹം 2 തവണ KPCC സംഘടിപ്പിച്ച 2 പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പാർട്ടിയെയും സർക്കാരിനെയും നിശ്ചിതമായിട്ട് വിമർശിച്ചു. ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ജി സുധാകരനോട് ഏത് രീതിയിലുള്ള സമീപനം ഒരു പാർട്ടി എടുക്കേണ്ടത്? അതെന്തുകൊണ്ട് ആ തെറ്റ് ചെയ്തേ? എന്തുകൊണ്ട് പരസ്യമായ വേദിയിൽ ആ തെറ്റ് ചെയ്തത്? അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? കേരളത്തിൽ ആർക്കും മനസ്സിലായിട്ടില്ല ജി സുധാകരൻ സാറിന്റെ. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ? ആരാണ് അദ്ദേഹത്തിന് ഗുണ്ടാവിളയാസം നടത്തിയത്? അദ്ദേഹം പൊളിറ്റിക്സിൽ CPM-ന്റെ നിയമാവലി അനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം താഴെ തട്ടി പ്രവർത്തിക്കുകയാണ്. അത് AK ബാലൻ സഹിതം എല്ലാവരും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ പരിണിതപ്രജ്ഞനായിട്ടുള്ള കേരള ബഹുമാനത്തിന്റെ അങ്ങേയറ്റത്തോട് കാണുന്ന പാലോളി മുഹമ്മദ് കുട്ടി, അങ്ങനെയുള്ള എത്രയോ നേതാക്കന്മാർ പാർട്ടിയുടെ ശാസനയ്ക്ക്, പാർട്ടിയുടെ അനുസരിച്ചുകൊണ്ട് ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ജി സുധാകരൻ സാറിനെ ആരാണ് വെല്ലുവിളിച്ചത്? ആരാണ് ആക്ഷേപിച്ചത്? അദ്ദേഹമല്ലേ എതിരാളികൾക്ക് വഴി കൊടുത്തത്? അദ്ദേഹത്തിന്റെ ഭാഷയിൽ ആലപ്പുഴയിൽ നടക്കുന്ന വളരെ നികൃഷ്ടവും മ്ലേച്ഛവും മാർക്സിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ ആക്രമണത്തിനെതിരെ AK ബാലൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ബാലനെ പോലെ മാറാൻ എനിക്ക് പറ്റില്ല, ബാലൻ എന്നെ പറ്റി പറയേണ്ട കാര്യമില്ല. ഇന്നേ വരെ ഒരു പ്രസ്താവനയിലും പൊതുവേദിയിലും ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ നികൃഷ്ടമായ വൃത്തികെട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്തിനാണ് എന്നാണ് ജി സുധാകരൻ ചോദിച്ചത്. അതായത് ഈ ആലപ്പുഴയിലെ പ്രശ്നങ്ങളാണ്, അവിടുത്തെ വിഭാഗീയതയാണ് ഇതൊക്കെ വഷളാക്കിയതെങ്കിൽ കൂട്ടം ചേർന്ന് തന്നെ ആക്രമിക്കുന്നു. അതിൽ സജി ചെറിയാനായാലും സലാമായാലും ഇവിടെ AK ബാലനാണെങ്കിലും കൈകോർത്ത് തനിക്കെതിരെ ആക്രമണത്തിന് ആസൂത്രണം നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ പോകുന്നു, ആക്കി എന്നെല്ലാം പറഞ്ഞ് ടീ പാർട്ടി നടത്തുകയും പടക്കം പൊട്ടുകയും ചെയ്ത നേതാക്കൾ അവിടെയുണ്ട് എന്നാണ് ജി സുധാകരന്റെ വിമർശനം. പാർട്ടി ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അല്ല, അതിനൊരു വളരെ രസകരമായ മറുപടി ഉണ്ട്. അതായത് AK ബാലന്റെ പൊസിഷൻ ഇപ്പൊ എന്തായി പാർട്ടിക്കകത്ത്? AK ബാലൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം സമകാലികരാണ് ഏതാണ്ട്. ഇദ്ദേഹത്തിനെ പോലുള്ളൊരു പൊസിഷനിലായിരിക്കുന്നത്. ഞാൻ മാറി, എന്നെ പോലെയുള്ളവരെല്ലാം മാറിയിരിക്കുന്നു പാർട്ടി പറഞ്ഞനുസരിച്ച്. അപ്പൊ എന്തുകൊണ്ടാണ് സുധാകരൻ മാറാത്തതെന്ന് ചോദിക്കാനായിട്ടുള്ള അവകാശം ആ പാർട്ടിയിൽ AK ബാലൻ ഇല്ലെങ്കിൽ പിന്നെ അതേ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാവായിട്ട് മുമ്പോട്ട് പോകുന്നത്? അത് അദ്ദേഹം പറഞ്ഞ കറക്റ്റല്ല. കേരളത്തിൽ 5 ലക്ഷം വരുന്ന പാർട്ടി സഖാക്കൾ ഇന്നിപ്പോ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതാ, അദ്ദേഹത്തിന് എന്ത് കുറവാണ് ഈ പാർട്ടി നൽകിയിരിക്കുന്നത്? ഇത്രയ്ക്കും അംഗീകാരം നൽകിയിരിക്കുന്ന പാർട്ടി സഖാക്കളിൽ 1ാം സ്ഥാനത്ത് അദ്ദേഹമുണ്ട്. അദ്ദേഹം എത്ര തവണ MLA ആയിട്ടുണ്ടെന്നറിയോ? 2 തവണ അദ്ദേഹം പാർട്ടിയുടെ മന്ത്രിയായിട്ടുണ്ട്. വളരെ നല്ല മിടുക്കനായ മന്ത്രി എന്ന് കേരളത്തിൽ പേര് കേൾപ്പിച്ചിട്ട് മന്ത്രി അദ്ദേഹം. എല്ലാ സ്വാതന്ത്ര്യം പാർട്ടി കൊടുത്തിട്ടില്ലേ? എല്ലാ സ്വാതന്ത്ര്യം, ഒരു പേരുദോഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. ഇന്നും എല്ലാവരും ആദരിക്കുന്ന അദ്ദേഹത്തിനെ. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇതുപോലത്തെ പ്രശ്നങ്ങൾ പറയുന്നത്? പിന്നെ വിമർശിക്കാനായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് പാർട്ടി വിമർശിക്കാൻ വരെ. ഇനി അദ്ദേഹത്തിന് എവിടുന്ന് കളയാനാ? അദ്ദേഹം 75 വയസ്സ് കഴിഞ്ഞ് താഴെത്തട്ടിലേക്ക്, അതായത് ബ്രാഞ്ച് തലത്തിലേക്ക് എല്ലാവരെയും പോലെ അദ്ദേഹം വന്നു. സ്വാഭാവികമായ ഒരു പരിണാമം. ഇനി അവിടുന്ന് എവിടെ കളയാനാ? അദ്ദേഹത്തിന് കളഞ്ഞിട്ട് ഈ പാർട്ടിക്ക് എന്ത് കിട്ടാനായിട്ടാ? അപ്പൊ അതിനകത്ത് സംതിങ് റോങ് ഈസ് ദയർ. അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം, ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും എന്താ പറയുക, ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം വിമർശിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സൗകര്യം തന്റെ മന്ത്രിസഭയിൽ കൊടുത്തത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ളത്. അപ്പൊ അദ്ദേഹം ചെയ്ത് തെറ്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.